നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി എന്താണ്, സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്, അവരുടെ ഒരു മൈൻഡ് എന്താണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ ടാരോ എനർജിയിലൂടെ ഡിവൈനോട് ചോദിക്കാൻ പോകുന്നത്. ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോയാണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. ഫോഴ്സ്ഫുള്ളി ഇത് എൻ്റെതാണെന്നും പറഞ്ഞ് വലിച്ചടുപ്പിക്കരുത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഇതിൽ പോസിറ്റിവിറ്റി നിങ്ങൾ ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. അതേപോലെ നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിച്ച് വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലിരുന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് റീഡിങ്ങുമായിട്ട് പോസിറ്റീവ് മൈൻഡോടുകൂടി കണക്റ്റ് ആവുക. നെഗറ്റീവ് മൈൻഡോടുകൂടി ഇതിനെ സമീപിക്കരുത്. അതേപോലെ എൻ്റെ ചാനൽ റീഡിങ് എന്നെ സ്നേഹിക്കുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. മെമ്പേഴ്സ് ആയവർക്ക് പേഴ്സണലി വാട്സപ്പിൽ കൂടെ 2 കാർഡ് റീഡിങ് 10 ദിവസം കൂടുമ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. അത് മെമ്പേഴ്സിന് മാത്രമാണ്. മെമ്പർഷിപ്പ് ചാനലിൽ കൂടി തന്നെയാണ് എടുക്കുന്നത്. ചാനലിൽ ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ക്യാഷ് അടച്ച് നിങ്ങൾക്ക് കയറാവുന്നതാണ്. അതേപോലെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. നമുക്ക് കാർഡ്സ് എടുക്കാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്? 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിരതയുണ്ട്. അതേപോലെ തന്നെ വരവിനെക്കാട്ടിയും അധികം ചിലവ് കാണുന്നതായിട്ട് കാണുന്നുണ്ട്. അമിത ചിലവ് അവരിൽ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, 9 ഓഫ് വാൺസ് ആണ്. അവർ വിജയിച്ച് നിൽക്കുകയാണ്. എല്ലാ രീതിയിലും അവർക്ക് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്, സ്ഥിരതയുണ്ട്. ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മണി അട്രാക്ഷൻ കാര്യങ്ങൾ എല്ലാം അവർക്കുണ്ട്. എന്നിരുന്നാലും 9 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഫയർ എലമെൻ്റ് ആണ്. ഇതും വിജയിച്ച് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ എന്തിനെയോ അവർ ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 9 ഓഫ് വാൺസ് അല്ലെങ്കിൽ വിജയിച്ച് തന്നെ അവർ നിൽക്കുന്നത് ആരേക്കോ എന്തൊക്കെയോ ഒരു ഭയക്കുന്നുണ്ട്. 9 ഓഫ് വാൺസ് അതാണ് സൂചിപ്പിക്കുന്നത്. ഇനിയും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ വരുമോ എന്നുള്ളൊരു രീതിയിൽ അവർ മറ്റാരെയോ ഭയക്കുന്നു, അല്ലെ ഏതോ ഒരു സാഹചര്യത്തെ അവർ ഭയക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, വാൺസിൻ്റെ എനർജിയാണ് പിന്നെയും വന്നേക്കുന്നത്. ഇവർ ജീവിതത്തിൽ ഒരുപാട് ബാഡായിട്ടുള്ള അന്തരീക്ഷമായിക്കൊള്ളട്ടെ, അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമായിട്ടുള്ള എല്ലാം അതിജീവിച്ച് വന്നവരാണ്. ഇവർ തന്നെ പൊരുതി വന്നവരാണ്, സ്വയം പൊരുതി മുന്നോട്ട് വന്നവരാണ്. ഇവരെ ആരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവരെ ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല ഇവരുടെ ജീവിതത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ജീവിതത്തിൽ അവർ ഒറ്റപ്പെട്ടു. അവർ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ് ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഈ ധനമായാലും അവരുടെ ഞാൻ പറഞ്ഞല്ലോ, അവർ വിജയിച്ച് നിൽക്കുകയാണ്. ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി അതൊന്നും അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാരണം ആരുടെയും മുമ്പിൽ അവർ തല കുനിക്കാനും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അവർ വിജയിച്ച് നിൽക്കുന്നവരാണ്. പൊരുതി വിജയിച്ച് അത് മുന്നോട്ട് എങ്ങനെ പോയാലും അവർ തോറ്റു കൊടുക്കത്തുമില്ല, താഴെ വീഴത്തതുമില്ല. അവരേത് രീതിയിലെങ്കിലും മേലിലോട്ട് കയറി വരുന്നവരാണ്. പക്ഷെ അവരെന്തിനെയോ ഭയക്കുന്നുണ്ട് ഇപ്പം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എന്തിനെയോ ഒരു ഭയം അവർക്ക് ചുറ്റിലുമുണ്ട്. അതേപോലെ ആ സാഹചര്യത്തോട്, അവർക്ക് എതിരെ നിൽക്കുന്ന സാഹചര്യത്തോട് അവരിപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 ഓഫ് സോൾസ് ആണ് വന്നേക്കുന്നത്. ക്ലാരിറ്റി ഇല്ല. എല്ലാം ഉണ്ടെങ്കിലും വ്യക്തതയില്ല ഒന്നിനും.
ക്ലാരിറ്റി ഇല്ല, തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം, അവർക്കെതിരെ ആരോ നിൽപ്പുണ്ട് ഫൈറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരും അതിനൊത്ത് അങ്ങോട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട്, പക്ഷേ മനസ്സമാധാനം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ദ ഹൈ പ്രീസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അതേപോലെ ഈ വ്യക്തിയുടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. ഒരു നിഗൂഢതകളുടെ ഒരു കലവറയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഉള്ളത്. കാരണം പുറത്ത് പറയാനാവാത്ത ഒരുപാട് രഹസ്യങ്ങൾ അവരുടെ മനസ്സിനകത്ത് ഉണ്ട്. ഓക്കെ, അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ ആയിരിക്കാം ചിലപ്പോൾ അവർ ഭയക്കുന്നത്. ആ സാഹചര്യത്തെ അത് നിങ്ങളോട് തുറന്ന് പറയുമ്പോൾ എന്താണതിൻ്റെ ഭവിഷ്യത്തെന്ന് ആലോചിച്ചുള്ള ഒരു ഭയമായിരിക്കാം. അല്ലെങ്കിൽ ഇമോഷണലി ബ്ലാക്ക് മെയിലിങ്ങോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇവർക്കെതിരെ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കാം. അതിനെതിരെ ആയിരിക്കാം അവർ പടവെട്ടുന്നത്. അതേപോലെ ഇൻറ്റ്യൂഷൻ, മനസ്സിൻ്റെ ഇൻറ്റ്യൂഷൻ പവറാണ് ഈ ഹൈ പ്രീസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പം ഈ ഒരു കാർഡെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ആരുടെയും മുമ്പിലൊന്നും താന്നു കൊടുക്കുകയോ തോറ്റു കൊടുക്കുകയോ ഇല്ലാത്ത വ്യക്തിയാണ്. സ്വന്തമായിട്ട് ധനം ഉണ്ടാക്കുന്ന വ്യക്തിയാണ്, സ്റ്റെബിലിറ്റി ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മനസാക്ഷി അനുസരിച്ച് ഇവരുടെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ, ഒരു ഇൻറ്റ്യൂഷൻ തോന്നും അവർക്ക്. ആ ഇൻറ്റ്യൂഷൻ പവർ അതനുസരിച്ച് അവർ മുന്നോട്ട് പോകത്തുള്ളൂ. ആരുടെയും വാക്ക് കേട്ട് പ്രവർത്തിക്കത്തില്ല, പക്ഷേ ആരോടും അങ്ങോട്ടൊന്നും തുറന്ന് പറയത്തില്ല. വളരെ ഹൈഡിങ് പേഴ്സണാലിറ്റിയാണ് ഇവർ. ഹൈഡ് ചെയ്ത് വെക്കും എന്ത് കാര്യങ്ങളും മനസ്സിനകത്ത്. പുറമേന്ന് ഒരാൾക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവർ പറയാതെ ഒരു കാര്യവും അവർക്ക് ആർക്കും അറിയാൻ കഴിയില്ല. അങ്ങനെ നിഗൂഢതകൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഹൈ പ്രീസ്റ്റേഴ്സ് വരുമ്പോൾ നമുക്ക് പറയാം. അതാണ് നിഗൂഢത, രഹസ്യം എന്ന് ഞാൻ പറയുന്നത്. ആ സാഹചര്യത്തിനോടായിരിക്കാം ഇവരിപ്പോൾ പടവെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, എന്തിനെയൊക്കെയോ ഭയക്കുന്ന ഒരു സാഹചര്യം ഒക്കെ കാണുന്നുണ്ട്. എല്ലാം ഉണ്ടായിട്ടും അത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ആയിരിക്കാം ഇവർ ഭയപ്പെടുന്നത്. അവരുമായിട്ടായിരിക്കാം പടവെട്ടുന്നത് എന്നുള്ളതാണ് എനിക്ക് കാണുന്നത്. പക്ഷേ ഇവർ ഞാൻ പറഞ്ഞല്ലോ, കിങ് ഓഫ് വാൺസ് ആണ്, ഫയർ എലമെൻ്റാണ്. ഇവർ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ. ഇവർ ആരുടെ മുമ്പിൽ തല കുനിച്ച് കൊടുക്കത്തില്ല. ഇവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ടിപ്പോൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും അവരെ ഭയക്കുന്നുമുണ്ട്, അവരെ നല്ല രീതിയിൽ ഭയമുണ്ട്. ഇനിയും അതേപോലെ നിഗൂഢതകളുണ്ട്, തുറന്നു പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുമുണ്ട്. എന്നാലും ഇവരാരുടെയും മുമ്പിൽ തോറ്റു കൊടുക്കില്ല. നല്ല രീതിയിൽ ഈഗോ ഉള്ള ഒരാളാണ്. അതിൻ്റെ കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അതേപോലെ സമൂഹത്തിൽ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുമാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുമ്പോൾ. കിങ് ഓഫ് വാൺസ് ആണ്, ക്ലീൻ ഇമേജാണ്, ആരുടെയും മുമ്പിൽ താന്നു കൊടുക്കത്തതുമില്ല. അത് അവർ സ്വയം പ്രയത്നിച്ചുണ്ടാക്കിയതാണ്. അതിൻ്റെ പേരിൽ ഇനി എന്തെല്ലാം മലമറിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാലും ഇവർ ഈ ഒരു രീതിയിൽ തന്നെ ഇരിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. സ്ട്രെങ്ത്താണ് വന്നേക്കുന്നത് നിങ്ങളുടെ വ്യക്തി. എത്ര പ്രശ്നങ്ങൾ അവർക്ക് ചുറ്റിലും ഉണ്ടായാലും മറ്റുള്ളവരോട് വളരെ തന്മയത്തോടു കൂടിയും ഇവരുടെ മൈൻഡും ഇവരുടെ പെരുമാറ്റവും കണ്ട ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. എല്ലാം അനുകൂലമാക്കി, ഏത് പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമാക്കി എടുക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. കാരണം സംസാരത്തിലൂടെ ആണെങ്കിലും അവരാരെയും അടിച്ചിടുന്ന ഒരു വ്യക്തിയാണ്. കാരണം വാദിയെ പ്രതിയാക്കി കളയുന്ന ഒരു വ്യക്തിയാണ് ഇവർ. ഇവരോട് സംസാരിച്ച് വിജയിക്കാൻ ആർക്കും സാധിക്കില്ല. അത്രയ്ക്ക് ഏത് ശത്രുവിനെ ആയാലും ഇപ്പം നമ്മളെക്കുറിച്ച് ഒരാൾ കുറ്റം പറഞ്ഞുകൊണ്ട് ചെന്നാലും, ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ളൊരു ഇഷ്യൂസ് ആണെങ്കിലും
അത് മറ്റുള്ളവർ ചിലപ്പം ഇദ്ദേഹത്തെ തെറ്റു പറയാനായിട്ട് ഇദ്ദേഹത്തിനെ സമീപിച്ചാലും അല്ലെങ്കിൽ ഈ വ്യക്തിയെ സമീപിച്ചാലും വാദിയെ പ്രതിയാക്കി കളയാനുള്ള വാക്ചാതുര്യം നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. എന്നാൽ അത് നേരെ തിരിച്ചായിരിക്കും വരുന്നത്. ഇവരോട് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ തെറ്റുകാരിയാക്കി ചിത്രീകരിച്ചിട്ട് അല്ലെങ്കിൽ തെറ്റുകാരനാക്കി ചിത്രീകരിച്ചിട്ടായിരിക്കും ഇവരിങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. ഈ സംസാരിക്കാൻ ചെന്നവർ വിചാരിക്കും എന്താണെന്നറിയാമോ, അയ്യോ ഇദ്ദേഹം എന്ത് പാവമാണ്, എന്ത് നല്ല നല്ല മനുഷ്യ സ്ത്രീയാണ്, എന്ത് നല്ല മനുഷ്യനാണ്, ഈ മനുഷ്യനെയാണല്ലോ ഇവർ ഇത്രയും കുറ്റം പറഞ്ഞത് എന്ന് പറയും. അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു വാക്ചാതുര്യമുണ്ട് ഇവർക്ക്. ആരെയും സ്വാധീന ശക്തിയിലോട്ട് വീഴ്ത്തും, സംസാരിച്ച് അടിച്ചിടും. അതേ കണക്കുള്ള ഒരു വ്യക്തിയാണ് ഇവർ എന്നുള്ളതാണ് ഇവരെക്കുറിച്ച് കാണുന്നത്. ആ ഒരു രീതി തന്നെയായിരിക്കാം അവർ ഇവിടം വരെ പിടിച്ചു നിന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ആയുധം എന്ന് പറയുന്നത് തന്നെ അവരുടെ നാക്ക് തന്നെ ആയിരിക്കാം. ആ നാക്ക് കൊണ്ടാണ് ഇവർ വിജയിച്ച് നിൽക്കുന്നത്. അവരുടെ ആയുധമാണ് അവരുടെ നാക്ക്. ആ നാക്ക് അവരെ പരിരക്ഷിക്കും. അത്രയ്ക്ക് സ്ട്രെങ്താണ് അവർക്ക്. ഏത് സാഹചര്യം വന്നാലും അവർ അനുകൂലമാക്കി എടുത്തിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയുമാണ്. എന്നാൽ ആരോടും ഒന്നും തുറന്ന് പറയത്തുമില്ല. എല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും. സ്വയം പടവെട്ടിയാൽ എന്താണ് ഇവർക്കിടയിൽ അല്ലെങ്കിൽ എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് പുറത്തുനിന്ന് ഒരു മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കൊരു മൈൻഡാണ്. അതേപോലെ അമിതമായിട്ടുള്ള ദേഷ്യത്തിലാണ് ഇപ്പോൾ ഇവർ ഉള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുള്ളത് ആവേശം, എല്ലാത്തിനോടും അമിത അഭിനിവേശവും ആവേശവും ആണ് ഇവരെ ഈ അപകടത്തിലോട്ട് കൊണ്ടുവന്ന് ചാടിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഏത് സാഹചര്യവും മനസ്സിലൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനകത്തോട്ട് എടുത്തങ്ങ് ചാടുക. അതേപോലെ തന്നെ ദേഷ്യവും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ആ ആവേശം ചിലപ്പം അത് വിനയായി കാണാം. ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ആവേശവും ഇവരുടെ എടുത്തുചാട്ടവുമാണ് ഇവരുടെ ദൗർബല്യം. അത് സ്വന്തം ആര് പറഞ്ഞാലും കേൾക്കാത്തൊരു വ്യക്തിത്വമാണല്ലോ. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഇവർ ഈ അമിത ദേഷ്യവും ഇപ്പോൾ എല്ലാത്തിനും ഒരു തിരിച്ചടിയും ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇവരുടെ ഇതാണ് അമിത ആവേശവും അവരുടെ ദേഷ്യവും എടുത്തുചാട്ടവും. എന്തുണ്ടെങ്കിലും എടുത്ത് ചാടുക എന്നുള്ളതാണ്. അതേപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് ഇവർക്ക് സ്ലോയിൽ തിരിച്ച് കയറണമെന്നുണ്ട്, തിരിച്ച് വരണം. പഴയ ആ ഒരു രീതിയിലോട്ട് തന്നെ തിരിച്ച് കയറാനായിട്ട് അവർ സ്ലോയിൽ ശ്രമിച്ചു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഇപ്പോൾ അവർക്ക് ഒരുപക്ഷെ സ്വയം തെറ്റ് മനസ്സിലായേക്കാം, പക്ഷെ തുറന്ന് സമ്മതിക്കില്ല. ഒരിക്കലും ഇവർ തുറന്ന് സമ്മതിക്കില്ല. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ഞാൻ പറഞ്ഞല്ലോ അവരുടെ സ്വഭാവം എന്നുള്ളത്. അവർ സ്വയം പാഠം പഠിച്ച് സ്വയം തിരിച്ചറിഞ്ഞ് വരിക എന്നുള്ളതേ ഇതിനകത്ത് ഒരേ ഒരു വഴിയുള്ളൂ. അല്ലാതെ ഇനി യാതൊരു മനുഷ്യർ പറഞ്ഞാലും ഇവർ കേൾക്കത്തില്ല. കാരണം പണി കിട്ടി തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ആ ഒരു സാഹചര്യമാണ്. പക്ഷേ ഇവർക്ക് ഇതിനകത്തുനിന്ന് സ്വയം തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇടയിൽ നിന്നും, ഈ ഒരു എടുത്തുചാട്ടത്തിൽ നിന്നും, ഈ ഒരു പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നും ശരിക്കും മനസ്സമാധാനത്തോടു കൂടി അവർക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസും ഏസ് ഓഫ് കപ്സും വന്നേക്കുകയാണ് തിരിച്ച്. ഈ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് റിലേഷൻഷിപ്പിൽ വരുമ്പം നിങ്ങളുടെ മൂല്യം എന്താണെന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, മറ്റേത് ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ടായിരിക്കും നിന്നിരുന്നത്. വാദിയെ പ്രതിയാക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. തെറ്റ് പറയാൻ വരുന്നവരെയും അടിച്ചമർത്തി ഞാനല്ല ഇവരാണ് തെറ്റ് ചെയ്തതെന്നുള്ള രീതിയിലാക്കി പറഞ്ഞ് ഉണ്ടെങ്കിലും സ്വയം ഇപ്പം അതിൽ മനസ്സിൽ വിഷമമാണ്, തിരിച്ച് കയറണമെന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ മൂല്യം എന്താണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അതെ, ഹാങ്ഡായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇവർ. എന്ത് ചെയ്യണമെന്നറിയാൻ വേദ ഈ ഒരു കാര്യത്തിനകത്ത് പല രീതിയിൽ വിശകലനം ചെയ്യുന്നുണ്ട്, ശാന്തമായിട്ട് നിന്ന്. അതാണ് അവരുടെ അവർ മനസ്സിനകത്തിട്ട് ഇരുത്തി ചിന്തിക്കുന്നവരാണ്, ഓവർ തിങ്കിങ് ചെയ്യുന്നവരാണ്. ഒരു കാര്യം കീറി മുറിച്ച് മനസ്സിനകത്തിട്ട് ചിന്തിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ അവർ. ചിന്തിക്കുന്നുണ്ട് അവരുടെ മനസ്സിനകത്തുള്ള ഈ കഴിഞ്ഞ കാര്യങ്ങളായാലും നിങ്ങളുടെ മൂല്യം എന്താണെന്നും അവർ തിരിച്ചറിയുന്നുണ്ട്. അതവർ ചിന്തിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്. ഡിവൈൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള, കാരണം ഈ വ്യക്തിയെ ചിലപ്പോൾ മറ്റാരും സഹിച്ചെന്ന് വരത്തില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവരുമായിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് ഒരു ഫൈറ്റ് ചെയ്യുവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഇവരുടെ ഈ ഒരു സ്വഭാവത്തെ വളരെ ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്ന ഏക വ്യക്തി ചിലപ്പോൾ നിങ്ങളായിരിക്കാം. ഇപ്പം നിങ്ങളെ കണക്ക് മറ്റുള്ളവർ ചിലപ്പം സഹിക്കണമെന്നോ ക്ഷമിക്കണമെന്നോ ഇല്ല. അവർ ചിലപ്പോൾ പ്രതികരിക്കും. അപ്പോൾ ഇവർക്ക് സ്ട്രെസ് ഉണ്ടാവും. ആ ഒരു സിറ്റുവേഷനിലായിരിക്കും ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ഇവർക്ക് തിരിച്ചറിവ് വന്നിട്ട് ഇവർ ഹാങ്ക്ഡായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ പല ആംഗിളിൽ ചിന്തിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു സാഹചര്യമായിട്ടാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്വന്തം വ്യക്തിയെ ശ്രദ്ധിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതേപോലെ ആ ഒരു സാഹചര്യത്തിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. തൻ്റെ വ്യക്തിയിലോട്ട് തന്നെ തൻ്റെ വ്യക്തിയുടെ മൂല്യം എന്താണെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതേപോലെ ഡിവൈൻ കണക്ഷനാണ്. ആ ഒരു സ്നേഹം എന്താണെന്നും ആ പഴയ സ്നേഹത്തിലോട്ട് തിരിച്ചു മടങ്ങണമെന്നും സമാധാനം വേണം, എത്രയും അതിലുപരി സമാധാനം, സ്നേഹം, സമാധാനം, വാട്ടർ എലമെൻറ്റ്, ഇതൊരു സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാർഡാണ്. എല്ലാം തിരിച്ചെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ് മനസ്സിനകത്തിപ്പം ചിന്തിക്കുന്നതും അതിനകത്തോട്ട് വേണ്ടി പരിശ്രമിക്കുന്നതും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം വളരെ പോസിറ്റീവായിട്ട് ഈ വ്യക്തിയെ പക്ഷേ മറ്റാരും ഇവരോട് സംസാരിച്ചാലൊന്നും, ചിലപ്പം മധ്യസ്ഥതയ്ക്ക് പോയാൽ ഒരു മീഡിയേഷനായിട്ട് ഇവരോട് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇവരവരെ സംസാരിച്ച് തോപ്പിച്ച് തിരിച്ചു വിടും. അങ്ങനൊരു വ്യക്തിയാണ്. ആരുടെയും മുമ്പിൽ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഇനി ഏത് കൊലകൊമ്പം വന്നാലും അവരുടെ മുമ്പിൽ ഒന്നും താന്നു കൊടുക്കുന്നൊരു വ്യക്തിയൊന്നുമല്ല. അവർ പിടിച്ച് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം ആ വ്യക്തി എന്ന് പറയുന്നത് സ്വയം ഡിവൈനായിട്ട് കൊടുക്കുന്ന ചില പാഠങ്ങൾ കൊണ്ട് അത് പഠിച്ചിട്ടേ തിരിച്ച് കയറത്തുള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ. ഇത് തിരിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ആ മൂല്യം എന്താണ്, നിങ്ങളുടെ വില എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു സുരക്ഷിതത്വം തരണമെന്നും കെയറിങ് തരണമെന്നും നിങ്ങളുടെ കാര്യത്തിനകത്ത് ശ്രദ്ധ പതിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അത് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഏസ് ഓഫ് പെൻഡിക്കിൾസ് മനസ്സിൽ ആ തീരുമാനമെടുത്തതിൻ്റെയാണ് ആശയം. അത് മനസ്സിനകത്തുണ്ട്. ആ ഒരു ആശയം അതാണ്. ആ ഒരു സ്നേഹം വെച്ച് തിരിച്ച് തന്നെ ആ ഒരു സ്നേഹത്തിലോട്ട് പോകണമെന്നും ഒക്കെയാണ് മനസ്സിലാക്കുക. ഇത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ഇത് നിങ്ങൾ ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സാഹചര്യം അങ്ങനെ ചിലവരുടെ സാഹചര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ. എല്ലാവർക്കും ഇത് കണക്റ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ ഇതെൻ്റെ അല്ല, ഇതെങ്ങനെയല്ല, അങ്ങനെയല്ല. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ കണക്ട് ചെയ്യുക, അല്ലാത്തത് നിങ്ങൾ വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരികയും അതിനകത്ത് നിങ്ങൾക്കൊരു ഗൈഡൻസ് ലഭിക്കുകയും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.